ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷൻ ജോമെട്രി എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രോബ്ലം സോൾവിംഗ് സെക്ഷനിലേക്ക് മുഴുവൻ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ആദ്യം സോൾവ് ചെയ്യുന്നത് മാർച്ച് 2018 ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ്. കൺസിഡർ എ പോയിന്റ് എ ഈക്വൽ ടു 4, 8, 10 in space. That is a point A in three-dimensional space. Find the distance of the point A from XY plane. അതായത് XY പ്ലെയിനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം XY പ്ലെയിനിൽ നിന്ന് എയിലേക്കുള്ള എന്ന് പറഞ്ഞാൽ എയുടെ സെറ്റ് കോർഡിനേറ്റ് ആയിരിക്കും ആ ഡിസ്റ്റൻസ്, അതായത് 10 ആയിരിക്കും ആ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ബി പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് എ ഫ്രം എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഓരോ മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്കതിൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ ആൻഡ് ബി. എ ഈസ് ഓൾറെഡി ദർ, ദറ്റ് ഈസ് 4, 8, 10. ബി ഈസ് അനദർ പോയിന്റ് 6, 10, -8. അപ്പോൾ നമുക്ക് എയും ബിയും തമ്മിലുള്ള എക്കും ബിക്കും ഇടയിലുള്ള ഒരു പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൻ്റെ റേഷ്യോ ഏത് വൈസെഡ് പ്ലെയിനുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് ഏത് റേഷ്യോയിലാണ് എ ബിയെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ ആൻഡ് ബി ഈസ് ഡിവൈഡഡ് ബൈ വൈസെഡ് പ്ലെയിൻ. എ ഈസ് ദർ, ബി ഈസ് ദർ. ദാറ്റ് മീൻസ് വി ക്യാൻ യൂസ് അപ്ലൈ സെക്ഷൻ ഫോർമുല ഹിയർ. ഇനി നമുക്ക് ആൻസർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് എ ഫ്രം XY പ്ലെയിൻ. അതായത് എയിൽ നിന്ന് XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് XY പ്ലെയിനിലേക്ക് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ലെങ്ത് ആണ് ഈ ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എയുടെ സെറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുത്താൽ മതി. അതായത് സെറ്റ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10 ആണ്. അപ്പോൾ ആൻസർ 10 ആണ്. നമുക്ക് ബി പാർട്ട് എന്താണെന്ന് നോക്കാം. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് എ ഫ്രം എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് എടുക്കുക. ആ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4, 8, 10 ആണ്. അപ്പോൾ അതിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4, 0, 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പിന്നെ 4, 8, 10ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ x2 - x1² പ്ലസ് y2 - y1² പ്ലസ് z2 - z1² സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 - 4 ദാറ്റ് ഈസ് 0² പ്ലസ് 8 - 0 ദാറ്റ് ഈസ് 8² പ്ലസ് 10 - 0 that is 10². That means 8² means 64 plus 100. That is square root of 64 plus 100. That is square root of 164. The question answer distance between the distance of the point A from x-axis root of 164. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ പാർട്ട് എന്താണെന്ന് നോക്കാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സിനെ വൈസെഡ് പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണെന്ന് ഫൈൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ലെറ്റ് പി ബി ദ പോയിന്റ്. പി ആണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കാം. അത് ആൻഡ് ദ റേഷ്യോ ബി m:n. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ലൈൻ സെഗ്മെന്റിനെ m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കാം. സിൻസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ ആൻഡ് ബി, അതായത് എയും ബിയും എ എന്ന് പറയുന്നത് 4, 8, 10 ആണ്, ബി എന്ന് പറയുന്നത് 6, 10, -8 ആണ്. അപ്പോൾ സിൻസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ ആൻഡ് ബി ഈസ് ഇൻ വൈസെഡ് പ്ലെയിനിലാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, ഇത് എക്സ് കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ് ഓഫ് പി 0 ആണെന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കാണാൻ പറ്റും. ഇനി നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, 6 × m പ്ലസ് 4 × n ഡിവൈഡഡ് ബൈ m പ്ലസ് n കിട്ടും. ദാറ്റ് മീൻസ് 6m പ്ലസ് 4n ഡിവൈഡഡ് ബൈ m പ്ലസ് n ഈസ് ഈക്വൽ ടു 0. സിൻസ് the x coordinate is equal to 0. From this we can write 6m plus 4n is equal to 0. That is 6m is equal to -4n.
Therefore, we can write m by n is equal to 6 minus 4 by 6. That is minus 2 by 3. Therefore, the ratio is m is to n is minus 2 is to 3 internally എന്ന് പറയാം, അല്ലെങ്കിൽ 2 is to 3 in externally എന്നും പറയാനും കുഴപ്പമൊന്നുമില്ല. അപ്പം m is to n is minus 2 is to 3. അടുത്തതായി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ 2017 ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് പാർട്ട് എ പാർട്ട് ഈസ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ എക്സ് വൈ പ്ലെയിൻ ഈസ്, ഇവിടെ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 പോയിന്റ്സിൽ നിന്ന് എക്സ് വൈ പ്ലെയിനിലുള്ള പോയിന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആദ്യത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എക്സ് വൈ പ്ലെയിനിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ z കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 2 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ ഒരു പോയിന്റ് ആയിട്ട് വരും. ബാക്കിയുള്ള ഏത് പോയിന്റ്സ് എടുത്താലും z കോർഡിനേറ്റ് 0 ആവുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 0. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. ഇനി ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. ബി പാർട്ട്. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് എക്സ് വൈ പ്ലെയിൻ ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് -2, 4, 7, 3, -5, 8. അതായത് ഈ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഏത് റേഷ്യോയിലാണ് എക്സ് വൈ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സെറ്റ് കോർഡിനേറ്റ് 0 ആവുന്ന പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ 1, 2, 0 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. ലെറ്റ് ദ 2 given points be P, that is -2, 4, 7 and Q, 3, -5, 8. These two are the points in the 3-dimensional space. Let the point R x, y, z divides PQ internally in the ratio m is to n. അതായത് R എന്ന് പറയുന്ന പോയിന്റ് പി ക്യു എന്ന് പറയുന്ന ഈ 2 പോയിന്റ്സിനെ ഇൻറ്റേർണലായിട്ട് m is to n ഉള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ ബൈ യൂസിങ് ദ സെക്ഷൻ ഫോർമുല വി ഹാവ് ദ കോർഡിനേറ്റ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n ny2 പ്ലസ് ny1 ബൈ m പ്ലസ് n mz2 പ്ലസ് nz1 ബൈ m പ്ലസ് n. ഇതായിരിക്കും ആറിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ നമുക്കിവിടെ ഇതിനെ x1 y1 z1ഉം ഇവിടെ x2 y2 z2 ആയിട്ട് എടുത്തിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 3m മൈനസ് 2n ഡിവൈഡഡ് ബൈ m പ്ലസ് n -5m പ്ലസ് 4n ബൈ m പ്ലസ് n then 8m പ്ലസ് 7n ബൈ m പ്ലസ് n. This is x coordinate, this is y coordinate and this is z coordinate. Since R is on the xy plane, xy പ്ലെയിനിലാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ z കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 8m പ്ലസ് 7n ബൈ m പ്ലസ് n ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിന് നമുക്കിങ്ങനെ കിട്ടും. ഇതിപ്പം 0 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എഴുതാം അതിൻ്റെ ന്യൂമറേറ്റർ, അതായത് 8m പ്ലസ് 7n ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 8m ഈസ് ഈക്വൽ ടു -7n എന്ന് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം m ബൈ n ഈസ് ഈക്വൽ ടു -7 ബൈ 8. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദ റേഷ്യോ വിൽ ബി -7 ഈസ് ടു 8. അപ്പോൾ ആൻസർ -7 ഈസ് ടു 8 എന്ന് എഴുതാം. ഇനി മാർച്ച് 2017 എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 1, -2, 3 ആൻഡ് 4, 1, 2. ഈ 2 3-dimensional സ്പേസിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റും. ആ കിട്ടുന്ന ആൻസർ ഇതിലേതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ പാർട്ട്, അതായത് ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ദി സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് അറ്റ് ദ പോയിന്റ് 1, 2, 3. അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് 1, 2, 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇഫ് ദ കോർഡിനേറ്റ് ഓഫ് എ ആൻഡ് ബി ആർ ഗിവൺ ദാറ്റ് ഈസ് 3, -5, 7. That is the coordinate of A, and the coordinate of B is -1, 7, -6.
അപ്പോൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡും 2 വെർട്ടിസസും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വെർട്ടിസസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1, -2, 3 ആൻഡ് 4, 1, 2. Applying distance formula directly, the formula is root of x2 minus x1 square plus y2 minus y1 square plus z2 minus z1 square എന്ന് എഴുതാം. ഇതിൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്ത് ബ്രാക്കറ്റിൽ നിന്ന് ഏതാണ് കറക്റ്റ് അത് എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ഇത് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ x2 എന്ന് പറയുന്നത് 4 ആണ്. 4 നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 കിട്ടും. 3 സ്ക്വയർ 4 minus 1 whole square, that is 3 square, that is 9. Similarly 1 minus 2, that is 1 plus 2, that is 3 square, that is also 9, plus 2 minus 3, that is minus 1 square, that is 1. So we get root of 9 plus 1, that is root 19. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ root 19 കാണും. അതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 2 വെർട്ടീസസും സെൻട്രോയിഡും തന്നിട്ടുണ്ട്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വെർട്ടെക്സ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റ് സി എക്സ് വൈ സെഡ് വിത്ത് തേർഡ് വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് എടുക്കാം. അതായത് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് നമുക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് സി എക്സ് വൈ സെഡ് എന്നുള്ളത് തേർഡ് വെർട്ടെക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കറിയാം centroid of the triangle is equal to the formula for finding centroid of a triangle with vertices x1 y1 z1, x2 y2 z2, x3 y3 z3 എന്താണെന്ന് നമുക്കറിയാം. Centroid of a triangle is equal to x1 plus x2 plus x3 divided by 3 x coordinate, and y coordinate is y1 plus y2 plus y3 divided by 3, and the z coordinate is z1 plus z2 plus z3 divided by 3. This is the coordinate of the centroid. Here given the centroid is 1, 2, 3, set ordered triplet 1, 2, 3. Therefore we can write the ordered triplet 1, 2, 3 is equal to x1 plus x2 plus x3 by 3 എന്നുള്ളത് x3 സ്ഥാനത്ത് നമുക്ക് പിന്നെ നമ്മുടെ തേർഡ് വെർട്ടെക്സിൻ്റെ x പുട്ട് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ y1 പ്ലസ് y2 പ്ലസ് y3യുടെ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ തേർഡ് വെർട്ടെക്സ് ആയ y പുട്ട് ചെയ്യാം. അതുപോലെ z1 പ്ലസ് z2 പ്ലസ് z3യുടെ സ്ഥാനത്ത് നമുക്ക് z പുട്ട് ചെയ്യാം ഡിവൈഡഡ് ബൈ 3. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. അപ്പോൾ വാട്ട്സ് ഓർഡർ ട്രിപ്ലെറ്റ് 1, 2, 3 ഈസ് ഈക്വൽ ടു ദിസ്. ദാറ്റ് ഈസ് 1, 2, 3 ഈസ് ഈക്വൽ ടു ഓർഡർ ട്രിപ്ലെറ്റ് 1, 2, 3 ഈസ് ഈക്വൽ ടു 3 minus 1 plus x by 3 and minus 5 plus 7 plus y by 3, 7 minus 6 plus z by 3. Simplify, we can write it is ordered triplet 2 plus x by 3 comma 2 plus y by 3 comma 1 plus z by 3. അപ്പോൾ നമുക്കറിയാം രണ്ട് ഓർഡർഡ് ട്രിപ്ലെറ്റ് ഈക്വൽ ആവുക എന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 പ്ലസ് എക്സ് ബൈ 3 എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2 പ്ലസ് y ബൈ 3 എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ 1 പ്ലസ് z ബൈ 3 എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും 2 പ്ലസ് എക്സ് ബൈ 3 ഈസ് ഈക്വൽ ടു 1. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2. Therefore x coordinate of the third vertex is equal to 1. Similarly, we can write 2 plus y by 3 is equal to 2. Therefore 2 plus y is equal to 6. Therefore y is equal to 6 minus 2, that is 4. Therefore the y coordinate of the third vertex is equal to 4. Similarly, we know that z plus 1 plus z by 3 is equal to 3. Therefore 1 plus z is 9. Therefore z is equal to 9 minus 1, that is 8. Therefore the z coordinate of the vertex, third vertex, is equal to 8. Therefore we can write the third vertex is ordered triplet 1, 4, 8. That is the third vertex of the triangle. ഇനി
2016 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് ചോദിച്ച 3 ഡയമെൻഷൻ ജോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷൻ ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 2 പാർട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എ പാർട്ട് സേസ് ദാറ്റ് സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ഈസ് ട്രൂ ഓർ ഫാൾസ്. അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ പോയിൻ്റ് 4 - 2 5 ലൈസ് ഇൻ ദ 8th quadrant. അതായത് 4 - 2 5 എന്ന് പറയുന്ന പോയിന്റ് 8th ക്വാഡ്രൻറ്റിൽ 8th ഒക്ടൻറ്റിൽ കിടക്കുന്നുണ്ട്. 8th ക്വാഡ്രൻ്റ് അല്ല, 8th ഒക്ടൻറ്റിൽ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവാണ്, വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും നെഗറ്റീവാണ്. അപ്പം സെഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഒക്ടൻറ്റ് ചിലപ്പം 5th, 6th, 7th, 8th ആയിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ വൈ കോർഡിനേറ്റ് കൂടി നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും നെഗറ്റീവ് ആയതുകൊണ്ട് 8th ഒക്ടൻറ്റിലെ പോയിൻ്റ് ആണെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് എ 3 4 -5 ആൻഡ് ബി -2 1 4 ആർ ഈക്വൽ. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിൻ്റെ ഇക്വേഷൻ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 4 - 2 -5 എന്ന് പറയുന്നത് 8th ഒക്ടൻറ്റിലെ ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി ബി പാർട്ട് നോക്കാം. ലെറ്റ് പി എക്സ് വൈ സെഡ് ബി ദ പോയിന്റ്. നമുക്കറിയാം ജനറലായിട്ടൊരു പോയിന്റ് എടുക്കുക. പി എന്ന് പറയുന്ന പോയിന്റ്, അതിൻ്റെ കോർഡിനേറ്റ് XYZ ആണ്. അത് ഒരു പോയിൻ്റായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു എയും ബിയും തന്നിട്ടുണ്ട്. ഗിവൺ എ പി ഈസ് ഈക്വൽ ടു ബി പി. ദാറ്റ് മീൻസ് ലെങ്ത് എ പി ആൻഡ് ലെങ്ത് ബി പി ആർ ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് പി ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഈസ് 3 4 -5 and B is and P is XYZ. Therefore, by using distance formula, we can write AP is equal to square root of x minus 3 the whole square plus y minus 4 the whole square plus z minus -5 that is z plus 5 the whole square. ഇതാണ് എ പി ആയിട്ട് കിട്ടുന്നത്. സിമിലർലി ഡിസ്റ്റൻസ് ബി പി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് പി. ദാറ്റ് ഈസ് distance between B is -2 1 4 and P is XYZ. Therefore, we can write it is equal to square root of x minus -2 that is x plus 2 the square plus y minus 1 the square plus z minus 4 the whole square root of this. ഇനി നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ എ പിയും ബി പിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് എഴുതാം. അതായത് ഈ രണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് ദിസും സ്ക്വയർ റൂട്ട് ഓഫ് ദിസും ഈക്വൽ ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 2 സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മളിതിനെ സ്ക്വയറിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും സെഡും കണക്ട് ചെയ്യുന്ന റിലേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം ഇങ്ങനെ എഴുതാൻ പറ്റും 10x plus 6y minus 18z plus minus 29 is equal to 0. This is the relation between x, y, z. ഇനി 2016 മാർച്ച് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ ഇങ്ങനെയാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഇൻ ദ 6th octant. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 4 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ 6th octantലുള്ള പോയിന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് ആദ്യത്തെ പാർട്ട്.
ഇനി ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് YZ plane divide the line segment joining the points -2, 4, 7 and 3, -5, 8. അതായത് ഈ രണ്ട് പോയിന്റ്സിനെ YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. എ പാർട്ട്. ഇവിടെ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് -4, 2, -5. സെക്കൻഡ് വൺ ഈസ് -4, -2, -5. ആൻഡ് തേർഡ് വൺ ഈസ് 4, -2, 5, -5. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 4, 2, 5. അപ്പോൾ നമ്മളിതിൽ 6th ഒക്ടൻറ്റ്, അതായത് 6ാമത്തെ ഒക്ടൻറ്റിൽ വരുന്ന പോയിന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 4 ഒക്ടൻറ്റിലെ Z കോർഡിനേറ്റ് പോസിറ്റീവാണ്. അപ്പോൾ 6th ഒക്ടൻ്റ് ആയതുകൊണ്ട് Z കോർഡിനേറ്റ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കറിയാം ഈ 5ാമത്തെ ഒക്ടൻ്റ് 5th ഒക്ടൻറ്റിൽ എക്സും വൈയും പോസിറ്റീവാണ്. 6th ഒക്ടൻറ്റിലാണെങ്കിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവായിട്ട് വരും. അപ്പോൾ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും Z നെഗറ്റീവായിട്ട് വരുന്നത് ഫസ്റ്റ് വണ്ണിലാണ്. അതായത് -4, 2, -5 എന്നുള്ള പോയിൻ്റാണ് 6th ഒക്ടൻറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണാണ്. അതായത് -4, 2, -5 ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിലേക്ക് പോകാം. ലെറ്റ് ദ റേഷ്യോ ബി m:n ആൻഡ് P ബി ദ പോയിന്റ്. അപ്പോൾ നമുക്കറിയാം Pയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: 3m - 2n/m+n, -5n + 4n/m+n, 8m + 7n/m+n. നമ്മൾ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എയും ബിയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് YZ പ്ലെയിനിലുള്ള പോയിൻ്റാണ്. അപ്പോൾ YZ പ്ലെയിനിലുള്ള ഒരു പോയിൻ്റാണെങ്കിൽ നിർബന്ധമായും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം: 3m - 2n/m+n = 0 എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും: 3n - 2n = 0 എന്ന് കിട്ടും. From this we can write 3m = 2n, that is m/n = 2/3. Therefore the ratio will be 2:3. അതായത് 2:3 എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ പോയിന്റ് YZ പ്ലെയിനിൽ വരികയുള്ളൂ. ഇനി 2015 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈസ് ഇൻ 6th ഒക്ടൻറ്റ്. അപ്പോൾ ഇതിൽ ഏത് പോയിൻ്റാണ് 6th ഒക്ടൻറ്റിൽ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ 6th ഒക്ടൻറ്റിൽ വരുന്ന പോയിന്റ് അതാണെന്ന് എടുത്തേക്കാം. കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്: ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് YZ പ്ലെയിൻ ഡിവൈഡ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് -2, 4, 7 ആൻഡ് 3, -5, 8. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ നമ്മൾ 4 പോയിന്റ്സും ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ 4 പോയിന്റ്സിലും 6th ഒക്ടൻറ്റിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നേരത്തെ 6th ഒക്ടൻറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എക്സ് കോർഡിനേറ്റും Z കോർഡിനേറ്റും നെഗറ്റീവ് വരും, Y കോർഡിനേറ്റ് പോസിറ്റീവ് വരും. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ പോയിന്റ് അല്ല, ഇവിടെ എക്സ് കോർഡിനേറ്റും Z കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. മിഡിൽ പോയിന്റ് അതായത് Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് -3, 1, -2 ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. ലെറ്റ് ദ റേഷ്യോ ബി m:n ആൻഡ് P ബി ദ റിക്വയർഡ് പോയിന്റ്. And the P divides by using section formula we can write coordinate of P is equal to 3m - 2n/m+n. Also Y coordinate is -5m plus 4n/m+n and Z coordinate is 8m plus 7n/m+n. Since P is in YZ plane, the X coordinate is equal to 0. Therefore we can write 3m - 2n/m+n is equal to 0. That is 3m - 2n is equal to 0. ഇതൊരു റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് തവണ ചോദിച്ചതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: 3m = 2n, that is m/n is equal to 2/3. Therefore the ratio will be 2:3. അപ്പോൾ നമ്മൾ ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം: ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതെന്ന്. മെയിനായിട്ട് ചോദിക്കുന്നത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പോയിന്റ്സ് കാണാൻ ചോദിക്കാം. ആ സമയത്ത് നമുക്ക് റേഷ്യോ തന്നിരിക്കും. ചിലപ്പം പോയിന്റ് തന്നിട്ട് റേഷ്യോ കാണാൻ പറയാം. ചിലപ്പം നമ്മുടെ YZ പ്ലെയിനിലും X
പ്ലെയിനിലുള്ള പോയിന്റ്സ് ആണെന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും 0 ആണെന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കാണാനും ചോദിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നു പോകുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.